ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാനും ചെറിയൊരു കോൾഡും കാര്യങ്ങളൊക്കെയായി ഇങ്ങനെ പോകുന്നു. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജിമ്മിലുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു ഇഫ്താർ പാർട്ടി ഉണ്ടാക്കിന്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതിന് ഞാൻ പോകുന്നതിന് മുന്നായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. രാവിലെയുള്ള നമ്മളെ സാധാരണ പണികളൊക്കെ കഴിഞ്ഞിന്. അടിക്കലും വാരലും ഒതുക്കലും ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിന്. അപ്പോൾ ഇന്ന് ഇഫ്താർ പാർട്ടിക്ക് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സ്നാക്സ്, ചായ, ജ്യൂസ്, ഫ്രൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിക്കത്തെ ഫുഡൊന്നും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാര്യം അവിടുന്ന് 7:45 ആകുമ്പോഴത്തേക്ക് അവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാത്രിക്കത്തെ ഫുഡിന് വേണ്ടിയിട്ട് ഞാനിന്ന് നല്ല സാധാ ചോറും കറികളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നോമ്പ് തുടങ്ങിയാൽ പിന്നെ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ അത് കുറേ ദിവസം കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ. അപ്പോൾ ഞാൻ ചോറിന് വേണ്ടിയിട്ടുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇല്ലേ, നിങ്ങൾ പരമാവധി നമ്മൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പറയേ. നിങ്ങൾ ഓരോരുത്തരും തരുന്ന ലൈക്കും കമൻറ്റും ഒക്കെയാണ് എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്, സത്യമായിട്ടും. അപ്പോൾ ഞാൻ ചോറിനുള്ള അരിയാട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് റെഡിയായി വരട്ടെ. അപ്പോഴേക്ക് ഇന്ന് നല്ലൊരു അയില കിട്ടീന്. ഒരയിലയല്ല, മീൻ അയില കിട്ടീനു. അപ്പോൾ അതൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് ആവശ്യമുള്ളത് പൊരിക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു മീൻ പൊരിച്ചതും മോര് കറിയും പിന്നെ ഒരു വറവും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ബാക്കിയുള്ള മീൻ ഒരു പാത്രത്തിലാക്കി ക്ലിംഗ് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിന്. മോര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചട്ടി എടുത്തിന്. നമ്മളിവിടെ മോര് കറി എന്നൊന്നും പറയില്ല കേട്ടോ, മോര് കാച്ചി എന്നാണ് പറയുക. അപ്പോൾ അത് ഉണ്ടാക്കാൻ ഒരു ചട്ടി എടുത്തിന്. അതിലേക്ക് തേങ്ങയും പിന്നെ 2 സ്പൂണ് ജീരകശാല അരിയും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയില്ലേ അതും കൂടെ അരച്ചിട്ട് നല്ലോണം ഒന്ന് പാലാക്കി എടുക്കുന്നുണ്ട്. ഒരരിപ്പ് വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അത് ചട്ടിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ജീരകശാല അരി തന്നെ വേണമെന്നില്ല. പച്ചരിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ അങ്ങനത്തെ എങ്ങാനും ചേർത്താൽ മതി. കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അരിച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലിലേക്ക് നല്ല കട്ടിയുള്ള മോരില്ലേ, നല്ല പുളിയുള്ള 3/4 കപ്പ് മോര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്, നടുകെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ മോര് കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും അല്ലേ, അധികം ആൾക്കും. എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഷെയർ ആക്കിയിട്ടുള്ളത്. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് കൂടെ ഷെയർ ആക്കാമെന്ന് വിചാരിച്ച്. ഈ മോര് കാച്ചിയതും പാല് കാച്ചിയതും ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് തെറ്റിക്കഴിഞ്ഞാൽ അപ്പട് പൊന്തി മറിയും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ, പ്രത്യേകിച്ച് ചട്ടിയിൽ ഉണ്ടാക്കുന്ന സമയത്ത്. അത് അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേക്ക് നമ്മളെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് വാർക്കട്ടെ. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് കുറച്ചൊരു ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണല്ലേ ഈ ഒരു ചോറ് വാർക്കുക എന്നുള്ളത്. ഈ ഒരു സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ ചോറ് വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മളെ മോര് കറി റെഡി ആയിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ടേനും. അപ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെച്ച് അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനില്ലേ അതൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ അത് പാത്രം ഗ്യാസിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവറല്ലേ മീൻ പൊരിച്ചതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന് കുക്കായിട്ട് വരട്ടെ. അപ്പോഴേക്ക് വറക്കാനുള്ള വെണ്ടക്ക കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ ഇതെല്ലാം ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വറവ് ഉണ്ടാക്കാന്ന് പറയും. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണെന്ന് തോന്നില്ലേ പറയാൻ. തോരന്, പിന്നെന്താ പറയുക, ഉപ്പേരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണെന്ന് തോന്നുന്നു ഇതിന് പറയാം. ഉണ്ടാക്കുന്ന രീതിയിലും വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ വെണ്ടക്ക വറുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകൊന്ന് പൊട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെണ്ടക്ക, ഉള്ളി, പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ അളവിൽ വിനെഗറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളെ വെണ്ടക്കൻ്റെ ആ ഒരു ഒട്ടലില്ലേ
ഒരു പശപശപ്പ് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെക്കുക. ഒരു 3-4 മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ വെണ്ടക്ക നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പശപശപ്പൊന്നും ഇല്ലാണ്ട് നല്ല കറക്റ്റായിട്ട് ഉണ്ടാവുകയും ചെയ്യും. നല്ല വലിയൊരു പുളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ ഈ ഒരു വെണ്ടക്ക വറവ് ഉണ്ടാവാൻ. അങ്ങനെ എൻ്റെ രാത്രിക്കത്തെ ഫുഡായിട്ടുള്ള ചോറും കറികളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇഫ്താറിലേക്ക് പോകല. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ക്യാരറ്റ് സേമിയ വെച്ചിട്ടുള്ള പോളയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. വേണമെന്നുള്ളവരൊന്ന് പറയണേ, ഇൻഷാ അല്ലാ ഞാൻ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ 10-30ഓളം പേരുണ്ടായിരുന്നു. എല്ലാവരും ആദ്യമേ പ്ലാൻ ചെയ്ത് ഓരോരുത്തർ ഓരോ ഐറ്റംസ് കൊണ്ടുവരാമെന്നുള്ളത് ആദ്യം ഏറ്റെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന എല്ലാവരുടെ കയ്യിലും ഓരോ ഐറ്റംസ് ഉണ്ടായിരുന്നു. സ്നാക്സ്, ഫ്രൂട്ട്, ജ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ പുറത്തുനിന്ന് കയറി വരുന്ന രീതിയിൽ വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഒരു ഷോർട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ കയറി വരുന്ന ആ ഒരു രീതിയിൽ. പിന്നെ പല പല ഐറ്റംസും പല പല സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെറൈറ്റി സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ അവിടെ സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ജ്യൂസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടേനും. ഇഫ്താറിൻ്റെ ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ മാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുവരാന്നിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാഷാ അല്ലാ, നല്ല അടിപൊളി രസമാണല്ലേ ഈ ഒരു ജിമ്മിലെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. വേറൊരു രസമാണ്. കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ട് എല്ലാവരും ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ പ്രത്യേക ഒരു രസം തന്നെയല്ലേ. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടുക എന്ന് പറയുന്നത് നല്ലൊരു രസമുള്ള കാര്യമല്ലേ. എല്ലാവർക്കും ഒരേപോലെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ ഇതേപോലെ ഓരോരുത്തർ ഓരോ ഫുഡൊക്കെ ഏറ്റെടുത്ത് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ ഒരു ഭാരവും ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ വേണ്ടി ചെയ്യുമല്ലോ. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഒരുക്കി നിരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോട്ടോ എടുക്കാനുള്ള ആ ഒരു തത്രപ്പാടാണ് കേട്ടോ. എന്തൊക്കെ പരിപാടിയാണെങ്കിലും ഫോട്ടോ മുഖ്യം ബിഗിലെ എന്നാണല്ലോ. പിന്നെ ഇതാരാന്നറിയാം, ഇതാണ് നമ്മളെ സുന്ദരിയായ ട്രെയിനി, ജിമ്മിലെ ട്രെയിനിയാണ് കേട്ടോ. അത് ആൾ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടേനും. അപ്പോൾ വരുമ്പോഴേക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റായിനല്ലോ. അപ്പോൾ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് എന്തോ ചെയ്യലാന്ന് കേട്ടോ. പിന്നെ ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ളത് പ്ലേറ്റിൽ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കല. നമ്മളിവിടെ വന്നിട്ടുള്ള കുഞ്ഞു മക്കളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പുറത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ റെഡി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് ചെറിയ മക്കൾ ഇരുന്നിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ വലിയവരും ഇരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്ന് പിന്നെ അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് വേഗം തന്നെ വീട്ടിലേക്ക് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7:45 അവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 7:45 തൊട്ടിട്ട് ആണുങ്ങൾക്കുള്ള ജിമ്മ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി തറാവി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ചോറും കറികളൊക്കെ ഇല്ലേ, ചോറും മോരുകറിയും വെണ്ടക്ക വറവും അയില പൊരിച്ചതും പിന്നെ സൈഡിൽ ഇത്തിരി മാങ്ങാച്ചാറും എല്ലാം കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ജസ്റ്റ് ഒരു ഇമോജിയെങ്കിലും സ്മൈലിയെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓള് കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.